ഈ ശബ്ദം ഞാൻ എവിടെയോ. ആ, ആരിത്? വിക്രമനും വേതാളങ്ങളും എപ്പെത്തി? വിക്രമൻ നിന്റെ തന്ത, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എടാ കോപ്പേ, നീ ആരാന്ന് നിന്റെ വിചാരം? ഏ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ വരരുതെന്ന്. ഞാനാ ചേട്ടാ, നീയല്ല. അതിന് ഞാനെന്ത് ചെയ്തെന്ന് താൻ പറയണേ? അയ്യോ പാവം, നീ പറയാണ്ട് ഒന്നും മമ്മി അറിയില്ലെന്ന് എനിക്കറിയാം. താനൊന്ന് പോടോ, എനിക്ക് ഇവിടെ തന്നെ 100 കൂട്ടം പണിയുണ്ട്. അപ്പോഴാ ഇവനെ ഞാൻ. എടാ ജയ്ഡാ, എൻ്റെ പൊന്നിച്ചായന്മാരെ, ഈ സാധനത്തെയും കൊണ്ട് പോയേ. ഒന്നാമതേ ക്ഷീണിച്ച് വന്നേക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഇയാളെ ഒരു സാധനം. നിൻ്റെ മറ്റവള്. എടാ മുയലിന് പരിണാമം സംഭവിച്ചവനെ, എൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കിയിട്ട് നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അല്ല അലക്സച്ചായ, ഇതിൻ്റെ തല വരുന്ന വഴിക്ക് വല്ലയിടത്ത് ഇടിച്ചോ? അറിയാൻ മേലാണ്ട് ചോദിക്കുക. എൻ്റെ പൊന്നു ജെയ്സാ, നീ കയറി പോയിക്കേ, അല്ലെങ്കിൽ ഇവിടെ. എന്താടാ ഇവിടെ ഒരു ഒച്ച ബഹളം? അല്ല, നീ എപ്പെത്തി? ഇപ്പം എത്തിയിട്ടുള്ളൂ മമ്മി. എന്താടാ ചേട്ടാ, നിന്റെ മുഖത്ത് കടന്നൽ കുത്തിയ പോലെ. മമ്മി അത് കാര്യമാക്കണ്ട. എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പേക്ക് ജെൻസിയും പപ്പയും വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ആ മമ്മി. എന്നാ മമ്മി ഞങ്ങളങ്ങോട്ട്. ആ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവിടെ എന്ത് ഉപകാരമുള്ളത്? പിന്നെ അവൻ്റെ അടുത്തേക്ക് വെച്ചാൽ ഈ കാര്യങ്ങൾ പറഞ്ഞേക്ക്. അവിടുത്തെ പോലെ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് അവൻ്റെ വിചാരം വെച്ചാൽ എൻ്റെ തനി സ്വഭാവം അറിയും. ഏയ്, മമ്മി വിചാരിച്ച പോലെ ഒന്നും ഇവിടെ ഉണ്ടായില്ല. അത് ഏട്ടനും അനിയനും കുറേ നാൾക്ക് ശേഷം കണ്ടതിന് സ്നേഹപ്രകടനം കാണിച്ചതാ, വേറൊന്നുമില്ല. മോനെ മാത്ത, അവൻ്റെ ഭാഗം പിടിക്കാൻ നിൽക്കണ്ട. ഫുഡാകുമ്പോൾ ഞാൻ വിളിക്കാം, പൊയ്ക്കൊപ്പം. ഞങ്ങളെങ്ങോട്ട് പോവാനാ? ഇപ്പം അവൻ്റെ അടുത്തേക്ക് പോയാൽ അവൻ ഞങ്ങളുടെ അടുത്ത് അറിയും. ഞങ്ങളിവിടെ വല്ല ടി വിയും കണ്ടു കുത്തിരുന്നോളേ. ആ, എന്തെങ്കിലും കാണിക്കേ. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. മമ്മി ഒറ്റ മിനിറ്റ്, ഞാനും വരുന്നുണ്ട്. ഇവനെന്തിനാ ഇപ്പം മമ്മീൻ്റെ കൂടെ പോണത്? അവൻ എന്തേലും കാണിക്കട്ടെ. ആ റിമോട്ട് ഇങ്ങ് താടാ, അല്ലെങ്കിൽ ആ സോണിയായി വെക്ക്. ഇപ്പം ഹണി ബണി തുടങ്ങും, എനിക്ക് കാണണം. പോടാ അവിടുന്ന്, എനിക്ക് ചോട്ടാബിയും കാണാനുള്ളതാ. അല്ല പിന്നെ ഓൻ്റെ ഹണി ബണി. എടാ മാത്തച്ച, വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ മാറ്റൂല, എനിക്ക് ചോട്ടാബിയും കാണണം കാണണം കാണണം. ഇവനെ ഞാൻ ഇങ്ങോട്ട് താടാ റിമോട്ട്. എന്താടാ അവിടെ? ഞാൻ അങ്ങോട്ട് വരണോ? അയ്യോടാ അഗ്നി. ഒന്നുമില്ല മമ്മി, ഞങ്ങളിവിടെ വെറുതെ ഓരോന്ന് സംസാരിച്ച്. കച്ചറുണ്ടാക്കി കുത്തിരിക്കുക. വയസ്സെത്രയാണെന്നാണ് എൻ്റെ വിചാരം? ചെറിയ മക്കളാന്ന് അപ്പോഴും വിചാരം. എടാ അലക്സേ, നീ എന്താ അവിടെ ചെയ്യുന്നേ? നീ ഇങ്ങോട്ട് പോരുക, ആ പണിയൊക്കെ അവിടെ ചെയ്യാൻ ആൾക്കാരുണ്ട്. ആ മമ്മി വരിക, ഇതും കൂടിയേ ഉള്ളൂ. എൻ്റെ പൊന്നലക്സേ, നിന്നെ ഞാൻ സമ്മതിച്ചു. ഈ പോക്കികളെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും. പിന്നെ നിനക്കൊരു പുതിയ ബിസിനസ് തുടങ്ങിക്കൂടാ. അങ്ങനെയാണെങ്കിൽ നീ എങ്കിലും രക്ഷപ്പെടും. ഈറ്റങ്ങളെ കൂടെ നടന്നിട്ടൊരു കാര്യമില്ല. എൻ്റെ മമ്മി, ഇവന്മാരെ വിട്ട് ഞാനെങ്ങോട്ട് പോവാനാ? മമ്മി പോക്കിരികളെന്ന് വിളിച്ചാലാ ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ. മമ്മിക്ക് അറിയാലോ, അപ്പനില്ലാണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്. കോളേജിലെത്തിയപ്പോൾ അതന്നെ. അപ്പം ജെയ്ഡനും ഇവലും തന്നെ ഉള്ളായിരുന്നു എന്നെ രക്ഷിക്കാൻ. പിന്നെ അവളെ കൂടെ കൂടി ഇപ്പോഴും ഇതാ, എനിക്കിതാ ഇഷ്ടം. നീ അവന്മാരെ വിട്ട് എങ്ങോട്ടും പോണ്ട. നിങ്ങൾ ഈ 4-5 പേര് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടം. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവന്മാരെ, തല്ലുണ്ടാക്കാണ്ട് നല്ല രീതിക്ക് നടക്കാൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ ഈ നാട്ടുകാരെ വന്നിട്ടാണ് ഞാൻ അറിയണത് അവൻ്റെ ഓരോ തല്ലുപിടിയും മറ്റേതും. നാട്ടുകാർ പറഞ്ഞ് നമ്മളെ ചെവിയിലെത്തുമ്പോൾ അതെങ്ങനെയൊക്കെയായി മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം മമ്മി. പക്ഷേ ഈ പ്രാവശ്യം ഇവർ ചെയ്തത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അടി ഉണ്ടാക്കരുത്, അത് സത്യമാണ്. പക്ഷേ മറ്റവന്മാർക്ക് വേണ്ടതാ അത്. എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ഇനി അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതാണ് ഏക ഒരു സമാധാനം എനിക്ക്. ആ, എത്തിയോ വനമാലകൾ ഇവിടെ? ഞാൻ ചവൻ മാത്രമേ വരുള്ളൂ. എല്ലുണ്ടല്ലോ ഇവിടെ. അത് പിന്നെ ഞങ്ങളെ പപ്പേനെ കാണാൻ ഞങ്ങൾക്ക് പൂതിയാവൂലേ? അപ്പം ഞങ്ങളിങ്ങോട്ട് വേഗം വരണ്ടേ? പോടാ പോടാ, സോപ്പിടാണ്ടേ. എടേ, എൻ്റെ സന്തതി അവിടെ. ആ, അവൻ മോളിലാ. ഇവൻ എപ്പോഴെത്തി? എങ്ങനെയുണ്ടെടാ? വരുന്ന വഴിക്ക് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞല്ലോ. ഇല്ല പപ്പ, ഒരു കുഴപ്പമില്ലായിരുന്നു. സുഖമായിട്ട് എത്തി. ഈ പപ്പേനെ സിമ്മിമോൻ്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റിയടാ? ആരെങ്കിലും എന്തേലും പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല. നിനക്കറിയാവുന്നതല്ലേ നിന്നെ തള്ളേന സ്വഭാവം. സാരല്ല, പോട്ടെ. എന്താണ് എൻ്റെ സിമ്മിമോനെ? കുറേ കാലമായാലും നിന്നെ കണ്ടിട്ട്. ഈ പപ്പേനെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ ഈ. ഇനിയിപ്പോൾ നിങ്ങളെ വിളിക്കേണ്ട പ്രശ്നം കൂടിയുള്ളൂ ഇനി. അല്ല, ജൻസ എവിടെ? അല്ലെങ്കിൽ ഈ ആ പപ്പ ഔട്ടാന്ന് എനിക്കറിയാം. നിനക്ക് എപ്പോഴും ജൻസേന മതിയല്ലോ, അവളെ വിളിക്കാനും പറ്റുള്ളല്ലോ അല്ലേ? ഇച്ചായി, ഇതെന്നെ കൊല്ലുമോ? ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലായിരുന്നോ ഞാൻ ഇന്ന് വരുന്നു? പിന്നെ ഇപ്പോഴാണോ കയറി വരണേ?
അതിച്ചായി ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാണ്ട് എങ്ങനെയാണ്, ഫെലിക്സിനാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഏറ്റെടുത്തു. അപ്പം നമുക്കെന്നെ കിട്ടേണ്ട അടിയിൽ, അല്ലെങ്കിൽ പോയില്ലേ, അതുകൊണ്ട് പിന്നെ ലേറ്റ് ആയതാ. സാറില്ല, ക്ഷമി. ഇനിയിപ്പം ഞാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അസൽ സ്വീകരണം കിട്ടിയിട്ടുണ്ടാവില്ല മമ്മീൻ്റെ അടുത്ത് നിന്ന്. നീ പോടി. ആ, ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാവാം സംസാരം. വാ, എല്ലാവരും വന്നില്ലേ? ആ, ജെയ്സൺ അവിടെ പോയി. നിങ്ങളവിടെ ഇരിക്കും, ഞാൻ പോയി വിളിച്ചു വരാമേ. നീ എന്തിനാ നിൽക്കണത്? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എടുത്തോളും. ഇവിടെ ഇരിക്കി. ഇപ്പതാരാ? മോളെ ജെൻസ, നീ ഒന്ന് പോയി നോക്കി വാ. ഇവനോ? ഇവനെന്താ ഇപ്പം ഈ നേരത്തെ ഇവിടെ കാര്യം? എന്താണ് ജെൻസ മോൾ? ഒന്ന് വഴി മാറിക്കേ, ഞാൻ ഒന്ന് ഉള്ളോട്ട് കയറട്ടെ. ആരാ മോളെ അത്? അതൊരു മരപ്പട്ടി, ഈനാമ്പേച്ചിനെ തപ്പി വന്നതാ. മരപ്പട്ടി നിൻ്റെ മറ്റേ മാറിക്കിടിയാടുന്നു. അങ്കിളേ, ഞാൻ വന്നു. ആ, നീയേനു. ആ മരപ്പട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു നീയാവുന്ന്. അല്ലടാ, എന്തേ 2-3 ദിവസമായിട്ട് ഇവിടെ കാണാഞ്ഞു? അത് അങ്കിളിന് അറിഞ്ഞൂടെ ഞാനൊരു ബിസി മാനാണെന്ന്? ആ, ഹലോ ഇച്ചായമാരെ, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഇനി എൻ്റെ ഒരു കുറവും കൂടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സുഖം. എടാ, നീ ഫുഡ് കഴിച്ചോ? ഏയ്, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നേരെ വരുന്ന വയ്ക്കാം. പിന്നെ ഇവിടേക്കാണല്ലോ വരുന്നത്, അപ്പോൾ പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാവുമല്ലോ, നമുക്ക് അറിഞ്ഞൂടെ? എന്നാ വാ, ഇരിക്കാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അല്ല, അവനവിടെ പോയി? നീ തുടങ്ങിയോ? ഞാൻ അവിടെ തന്നെ ഉണ്ട്. ആ, ആദ്യം മോനെ, നീ എപ്പത്തി? നീയായിരുന്നോ കോണിമ്പലടിച്ചിരുന്നത്? ആൻറ്റി, ഞാൻ തന്നെയാ. നീ എന്തിനാ ജെൻസ നിൽക്കണേ? നിനക്ക് ഫുഡൊന്നും വേണ്ടേ? അവിടെ ഇരി വേണേ. എന്താണ് മോനെ ഒരു ആലോചന? വേറെ ഒന്നുമില്ലടാ, ഇപ്പം വന്ന മുതലിനെ പറ്റി ആലോചിച്ചതാ. ഒന്നിനോടെ സഹിക്കാൻ വയ്യ, അപ്പതാ മറ്റേതും കൂടി വന്നിന്. അതിന് നീ എന്തിനാ പേടിക്കുന്നേ? അവൻ വെറുതെ വന്നതാവും. അവനിടയ്ക്ക് വിരലുണ്ടെന്നല്ലേ കേട്ടത്. പിന്നെന്താ പ്രശ്നം? മോനെ, നിനക്ക് അവന്മാരെ അറിയില്ല. ആ രണ്ടെണ്ണം പാടെ ഒന്നിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? രാത്രി ഉറങ്ങുമ്പോൾ വരെ നമ്മൾ സൂക്ഷിച്ച് കറക്കേണ്ടി വരും. മൂട്ടിൽ ഓലപ്പടക്കം വെച്ച് പൊട്ടിക്കുന്ന ടൈപ്പാ. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മളിവിടെ എത്തിയ കാര്യം മറ്റവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതാവും ഇവിടെ എത്തിയത് വേഗം. സംസാരിക്കാണ്ട് ഒക്കെ പോയി കടന്നു തുടങ്ങിയേ. സമയം എത്രയായെന്ന് വെച്ചിട്ടാ? 10:30. അത് മമ്മി, ക്രിസ്റ്റി വരാണ്ട്, അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവനെ കാത്തിക്കുക. ഓ, അപ്പം 5 ഉറക്കല്ലാന്നർത്ഥം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സൂര്യണ്ടാവില്ലേ ഇവിടെ? അങ്ങനെയൊന്നുമില്ല മമ്മി, ഞങ്ങൾ കുറേ കാലമായല്ലോ അവനെ കണ്ടിട്ട്, അപ്പോൾ കുറച്ച് നേരം സംസാരിക്കാനുള്ള രീതിക്ക് വിളിച്ച് വരുത്തുക. ആ, എന്നാ അത് ചെയ്യേ. ആ, പിന്നെ വരുമ്പോൾ ആ വാതിലൊക്കെ നല്ലപോലെ അടിച്ചോണ്ടു. അല്ല, അതറിവ് പോണില്ലേ ഇന്ന്? ഏയ്, ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവൻ ഇപ്പോഴേ പോകേണ്ടതാ. ഇനി പോകണ്ടാവില്ല. ഇപ്പം ഇത്രയും രാത്രിയല്ലേ, ഞാൻ ഇവിടെ കിടന്നോട്ടെ. മമ്മി പോയി ഉറങ്ങിക്കൊന്നാൽ. നീ എന്താ അത്ര ലേറ്റായേ? അതൊന്നും പറയണ്ടടാ, ഞാൻ ഒന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി വീട്ടിൽ പോയതാ. ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ അവക്കും ഇങ്ങോട്ട് വരണം പോലും. പിന്നെ ഇപ്പോൾ ഇത്ര നേരം ലേറ്റ് ആയില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ടാന്ന്. അതിന് കുറച്ച് നേരം തുടങ്ങി നിന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് വന്നതാ. എന്നാൽ നിനക്ക് അവളെയും കൂടി കൂട്ടിക്കൂടേനെയോ? ഒന്ന് പോയേടാ അവിടുന്ന്. ഈ അവസ്ഥയിൽ ഓളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, അതും ഈ രാത്രി. ഒന്നാമത്തെ അവൾക്ക് മൂഡ് സ്വിങ്ങിങ് ഇത്തിരി കൂടുതലാണ്. നീയായിട്ട് വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കണ്ട, ബാമ്പ് മുകളിലേക്ക് പോവാം. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? അങ്ങേർക്ക് ഭ്രാന്താടാ. വന്നപ്പോൾ മുതൽ അങ്ങേര് എൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയതാ. എനിക്കെന്താ അങ്ങേര് പറയുന്നത് പോലും മനസ്സിലായിട്ടുമില്ല. അങ്ങനെ ഇനി ഇവിടെ നിർത്തി വെച്ച പൂരം നാളെ മുതൽ തുടങ്ങാൻ പോവുകയല്ലേ? ഇനി സ്വൈര്യം ഉണ്ടാവില്ല. അപ്പോഴാണ് കൂടെ 4-5 കൂടി ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് എന്തെങ്കിലും പണി കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നാളെ നിനക്ക് പോവാണ്ടോ? ഉണ്ട്, ബട്ട് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. അതുവരെ ഞാൻ ലീവ് പറഞ്ഞേക്കാം. അതെന്തിനാ ഉച്ചയ്ക്ക് ശേഷം ആക്കിയേ? പോടായിരുന്നു, ഒന്നും അറിയാത്ത പോലെ. നിൻ്റെ കൂടെയല്ലേ ഞാൻ കിടക്കണേ, അപ്പം നേരത്തെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ ഓന്. പോടാന്നറിയാവുന്ന മനുഷ്യനെ വഴി തെറ്റിക്കാൻ ഓരോന്നും വന്നോളൂ. മോൻ്റെ വഴിയൊക്കെ തെറ്റുന്നുണ്ടോ? നിനക്ക് ഉറങ്ങണമെങ്കിൽ മലയ്ക്കൂടെ കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ ചവിട്ടി ഞാൻ പുറത്തായിക്കോളും. ഞാൻ പട്ടി സമ്മതിക്കൂല. മനുഷ്യനിങ്ങനെയൊക്കെ പറയാൻ ഒരു പെണ്ണില്ലാണ്ടായിപ്പോയി. നന്നായിപ്പോയി. നിൻ്റെ ഈ സ്വഭാവം വെച്ച ഒരു പെണ്ണും നിനക്ക് കിട്ടില്ല. തെണ്ടി തുടങ്ങി. നിൻ്റെ ആ കരുനാവൊന്നും ഉള്ളൊട്ടിച്ച് കുത്തിരിക്കുമോ? അല്ല, നീ കടന്നോ? അല്ല, ഞാൻ നിന്നെ നോക്കി കുത്തിരിക്കുക. ഒന്ന് പോടാറുന്നേ. മനുഷ്യൻ ഉറക്കാൻ വന്നിട്ട് പോയി അപ്പോഴാ. എടാ, എന്തോ നാടാ, സമയം 11 മണി ആവാനായിട്ടേ ഉള്ളൂടാ. നിനക്കെന്താ അമ്മൂൻ്റെ ബാധ കയറിയോ? എപ്പോഴും ഉറക്കുന്നതാണ് കുത്തിരിക്കാൻ. എനിക്കിപ്പോൾ അമ്മൂൻ്റെ അല്ല, വേറെ ആരെങ്കിലുമൊക്കെ ബാധ പോലെ കയറും. നിനക്ക് ആ വായൊന്ന് അടച്ച കുത്തിരുന്നും കൂടെ കുറച്ച് നേരം. ഞാൻ ചെന്ന് മിണ്ടണില്ലേ, ആണ്ട് കടന്നു വന്നാൽ. എടാ ജെയ്സാ, നീ ഉറങ്ങിയോ?
ഇല്ല. എന്താണ്? അപ്പോൾ ഉറങ്ങിയില്ലേ? നീ എന്താടാ ആലോചിച്ച് കുത്തിരിക്കണേ? എടാ അതേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? നീ ചോദിക്കടാ, അതിനല്ലേ ഈ ചേട്ടനായി ഇവിടെ നിൽക്കുന്നത്. പുല്ല്, എൻ്റെ മൂഡ് പോയി. എടാ അങ്ങനെ പറയലടാ. പറ. എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ള നമുക്ക് അറിഞ്ഞൂടെ? ഒന്ന് പറ. ഞാൻ ആവർത്തിക്കൂല, സത്യം. അതോ വേറൊന്നുമല്ല. നിനക്ക് ആരോടെങ്കിലും ലവ്, പ്രേമം, കാതൽ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തേ? അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായേ നിനക്ക് ആരോടും തോന്നിയില്ല എന്ന്? നീ എന്ത് പിണ്ണാക്കാടാ ചോദിക്കുന്നത്? അതൊക്കെ നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ ആളെ കാണുമ്പം നമ്മളെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യൂലേ? അങ്ങനെയൊക്കെയല്ലേ സിനിമയെ പ്രണയം. എനിക്കതേപോലെ ആരോടും തോന്നിയില്ല അതുവരെ. അപ്പോൾ സിനിമയെ കാണുന്ന പോലെ തന്നെയാണോ നമ്മളെ പ്രണയത്തിനെ കാണുമ്പോൾ നമുക്ക് തോന്നുക? ആവണം. എനിക്കറിയില്ല. സിംഗിളായിരിക്കണ എന്നോടാണോ ഇതൊക്കെ ചോദിക്കണേ? നീ പോയി നിന്നെ തന്തപ്പുള്ളിനോട് ചോദിക്കടാ. അല്ല മോനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സംസാരമൊക്കെ? ആരോടെങ്കിലും എന്തെങ്കിലും തോന്നിയോ? ചെറുതായിട്ട് തോന്നിയും തോന്നണു. പക്ഷെ എനിക്ക് ഉറപ്പില്ല അത് ലവ് ആണോ അല്ലെങ്കിൽ വെറും ഇൻഫാച്വേഷൻ ആണോ എന്നൊന്നും. അതെന്തേലും കുന്താവട്ടെ, നീ ആളെ പറ. ഞാൻ ആളെന്നും പറയൊന്നുമില്ല. ആദ്യം ഞാനൊന്ന് കൺഫേം ആവട്ടെ, ആദ്യം അത് ലവ് ആണോ ഇൻഫാച്വേഷൻ ആണോ എന്നൊക്കെ. എന്നിട്ട് ഞാൻ നിന്നോട് പറയാം. പക്ഷെ ഒരു ക്ലൂ ഞാൻ തരാം. ആളെ നിനക്ക് അറിയാം. ആളെനിക്കറിയോ? അപ്പം അതാരാ? നിൻ്റെ കുഞ്ഞമ്മേനെ നായർ. ഇപ്പം കിടന്നുറങ്ങാൻ നോക്ക്. അതാലോചിച്ച് തല പുകയ്ക്കണ്ട. ആയിക്കോട്ടെ. എടാ മോനെ ജെയ്സൺ ഫിലിപ്പേ, ഇനി അതാരാന്ന് കണ്ടുപിടിക്കാണ്ടേ. ഈ അതർ വിശ്വനാഥൻ ഇനി ഓർക്കില്ല. എന്നാലും അതാരായിരിക്കും? എനിക്കറിയാവുന്നത് മനുഷ്യനെ ക്യൂരിയോസിറ്റി പേടിപ്പിക്കാനായിട്ട് ഓരോന്നും വന്നോളും. മരമൊക്കെ തെട്ടി ഉറങ്ങുന്ന കണ്ടില്ലേ തെണ്ടി മനുഷ്യനെ സ്വസ്ഥത കളഞ്ഞിട്ട്. മനുഷ്യനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം പുറത്ത് പോയിക്കാം. റൂം പായി തുറന്നിട്ടൊക്കെയാണല്ലോ. ശബ്ദമൊന്നും കേൾക്കില്ലല്ലോ. കേടെ പോയി. ബെസ്റ്റ്. ഒക്കെ കുടിച്ച് കൂത്താടി കിടക്കുകയല്ലേ. ഒക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇതിറ്റിങ്ങളെയാണല്ലോ അവൻ പേടിച്ച് ഇങ്ങനെ നിൽക്കണത്. ഒച്ച ഉണ്ടാക്കണ്ട, പോയേക്കാം. എല്ലാവരും ഉറങ്ങിയോ അവിടെ? നീ എന്തായാലും അവിടെ? നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നീയേനോ? അല്ല പറയണ മോക്ക് ഉറക്കമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? ഇതിൻ്റെ വീട്. എനിക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങും, ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ നടക്കും. അതിന് നീ ഏതാ ചോദിക്കാൻ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ തന്നെ. അത് നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? അതോ നീ നേരത്തെ പറഞ്ഞതിനുള്ള ഉത്തരം വേണ്ടത് എനിക്ക്. അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കത് പോരാ. ഞാൻ പോവാ, എനിക്ക് ഉറങ്ങണം. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയണ ഫുള്ളായിട്ട് കേട്ടിട്ട് പോവാം. മര്യാദയ്ക്ക് മാറിയെന്ന് എൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇച്ചായനെ വിളിക്കും. എനിക്കറിയടി നീ നിൻ്റെ ഇച്ചായൻ്റെ സപ്പോർട്ടിലാണ് എത്രമാത്രം പറയണേന്ന്. പക്ഷേ മോക്ക് തെറ്റിപ്പോയി. ബാക്കിയുള്ളവരോട് ചാടുന്ന പോലെ എന്നോട് ചാടാൻ വന്നുണ്ടല്ലോ. നീ പിന്നെ എണീച്ച് നടക്കൂല മോളെ. നിന്നെ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലടോ. എൻ്റെ മോള് പോയി വേഗം ഉറങ്ങാൻ നോക്ക്. ഏട്ടായിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. എന്താ ജെൻസാ നീ അവൻ്റെ മുമ്പിൽ ഇത്ര വീക്കായി പോകുന്നത്? പട്ടി തെണ്ടി നായി മനുഷ്യനെ. എനിക്കൊന്നും വയ്യ. അച്ചു എണീക്ക്, സമയമായി. അങ്ങ് സ്കൂളൊന്നും പോണ്ടേ? ചേച്ചി ഒരു 5 മിനിറ്റും കൂടി പ്ലീസ്. നീ 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങിക്കോ. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് മോങ്ങാൻ നിൽക്കരുത്. ഞാനെന്തായാലും പോവാ. മോളെ കേട്ടാ മോളെ, ക്ലാസ്സൊക്കെ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്? മേ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാനും അമ്മൂമ്പാടെ നിന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സാമല്ലേ വരുന്നേ, അപ്പോൾ ഒന്നും നടക്കൂല. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് എന്നാൽ സൂക്ഷിച്ച് പോയിക്കോ. ഓക്കെ അമ്മ ചക്കരക്കുട്ടി. ഓക്കെ, എണീച്ചോ? അല്ല, എങ്ങോട്ട് പോകാൻ നിൽക്കുക? ഞങ്ങളിവിടേക്കൊന്ന് കണ്ടുവരാം. കുറേ നാളായല്ലോ ഇവിടേക്ക് കണ്ടിട്ട്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നതെന്ന് നോക്കട്ടെ. എന്നാൽ ശരി, ഞങ്ങൾ ഇനി വൈകുന്നേരമേ വരുള്ളൂ. ഇനി പറഞ്ഞില്ല ഒന്നും പറയണ്ട. ആയിക്കോട്ടെ. എടി, ഒരു ബസ് പോലും നിർത്തുന്നില്ലടി. നമ്മളിപ്പോൾ എന്താ ചെയ്യും? പണ്ടാരം ഞാൻ അപ്ലൈ പറഞ്ഞത് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നാൽ മതിയെന്ന്. ആ പോക്ക് പറ്റൂല. എടി കിട്ടുമായിരിക്കടി ബസ്. കുറേ ഉണ്ടല്ലോ ബസ് ഇവിടെ. നീ മിണ്ടരുത്. കാലത്തെ നിൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. അല്ല, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണത്? ഇപ്പതാ
ക്രിസ്റ്റീൻ്റെ വീട്ടിലേക്ക്. അവിടെ അവളെ പോയി കണ്ടില്ലെങ്കിലേ ആകെ ചൊറിഞ്ഞു തുടങ്ങും. നമ്മൾ വന്നിട്ട് ഇനി അവളെ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ അതിന് നല്ലത് ആദ്യം അവളെ പോയി കണ്ടിട്ട് ബാക്കിയുള്ള അടുത്തേക്ക് പോവാം. എന്താടി അവിടെ ആൾക്കൂട്ടൊക്കെ? എവിടെ? ആ പറഞ്ഞ പോലെ അവിടെ എന്താ? താനൊക്കെ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? കണ്ടില്ലേ എൻ്റെ വണ്ടീൻ്റെ പകുതിയോളം പോയത് കണ്ടില്ലേ? റോട്ടിലേക്ക് ഇറങ്ങിയാൽ നല്ലപോലെ വണ്ടി ഓടിക്കുക ആദ്യം പഠിക്കേ. ഇതിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായോ? താനല്ലോ റോങ് സൈഡിൽ കൂടെ വന്നത്. മനുഷ്യനെ മെനക്കെടുത്താൽ രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങി കിട്ടിക്കോളൂ. എന്തിനാടെ ക്രിസ്റ്റി വണ്ടി നിർത്തിയേ? അല്ല മുമ്പിൽ എന്താ പ്രശ്നം? ആർക്കറിയാം. എന്തായാലും നല്ല ബ്ലോക്കാണെന്ന് തോന്നുന്നു. അതെ അതെ ചേട്ടാ, എന്താണ് പ്രശ്നം? അതോ അത് 2 വണ്ടി കൂട്ടിയിടിച്ചതാ, അതിനുള്ള ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓ നാശം, ഇത് ഇന്നേരം തീരുമോ? കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ പോവാം അവളുടെ അടുത്തേക്ക്. എടി എന്തൊരു കോമഡി അടി. ആ ഏട്ടന്മാരെന്തൊക്കെയാ പറയണേ? ഇങ്ങ് വന്നേ, നോക്കിക്കാണ്ടേ, വാ പോവാം.